വാ ഏട്ടനെന്തേ ഋത്തുടെ ഋത്തുനെ കാണില്ല. Come on, let's go. അമ്മമ്മേനെയും കൊണ്ട് ലുലു മോളിൽ. അമ്മൂമ്മ ലുലു കണ്ടില്ല എന്ന് കുറേ ആയി പറയുന്നില്ല ഋതുസേ. അപ്പം ഇന്നത്തെ ഒരു സർപ്രൈസ് ആയിട്ട് നമ്മൾ ലുലുവിലേക്ക് പോയതായിരുന്നു. അപ്പോൾ വേറെ ഒന്നല്ല, ഇന്ന് നമ്മുടെ കൂടെ അമ്മയും അമ്മമ്മയും അതുപോലെ തന്നെ ആൻറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വേറൊരു സ്ഥലത്ത് പോയി വരുന്ന വഴിക്ക് ഇവിടെ കയറിയതാണ്. അപ്പം ആദ്യമായിട്ടാണ് അമ്മമ്മയും അമ്മയും ലുലു കാണുന്നത്. അപ്പോൾ ഇവിടെ വന്ന് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പോയപ്പം നല്ല തിരക്കായിരുന്നു അല്ലേ. അപ്പോൾ ഇതേ നമ്മൾ ലുലു ഫസ്റ്റ് തന്നെ ഫാഷൻ സ്റ്റോറിലാണ് കയറിയിട്ടുണ്ടായിരുന്നത്. ഒരുപാട് ട്രഡീഷണലും അതുപോലെ തന്നെ ഫാൻസി ടൈപ്പിലാണെങ്കിലും ഒരുപാട് കളക്ഷൻസ് അവിടെ ഉണ്ട്. അത് കണ്ടപ്പോൾ ഏതാണ് എടുക്കേണ്ടതെന്നുള്ള കൺഫ്യൂഷൻ ആയിപ്പോയിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ബാഗിൻ്റെ സെക്ഷൻ, വളയുടെ സെക്ഷന്, ഇതിനെല്ലാം ഓരോരോ സെക്ഷനായിട്ട് അവർ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ട്രഡീഷണലായിട്ട് ഇടാൻ പറ്റുന്ന ആ ഒരു ജ്വല്ലറി ഐറ്റംസാണ്. പിന്നെ നമുക്കിത് ഫാൻസി ടൈപ്പിലാണെങ്കിൽ അങ്ങനെയും ഉണ്ട്. ഇതൊക്കെ നമ്മുടെ ഒരു കിഡ്സിനെ ഒരുപാട് അട്രാക്റ്റ് ചെയ്യുന്നൊരു സംഭവങ്ങളാണ് അവരൊരു സൈഡിലായിട്ട് മാറ്റി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ റിത്തോസ് കുറേ ടൈം അതിൻ്റെ മുന്നിൽ തന്നെ ആയിരുന്നു. അപ്പം ആ ഒരു പോപ്പിറ്റ് നമ്മൾ ഔട്ടായിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോഴും അതൊരു ഫാഷൻ തന്നെയായിട്ട് കൊണ്ട് നടക്കുന്നുണ്ട്. പിന്നെ ദേ ഈ ഒരു ഷോ വെറുതെ കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ. ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ അവിടെ നമ്മുടെ ക്രിസ്മസ് പാപ്പ സാൻഡ ഒരുപാട് കാണുന്നുണ്ടായിരുന്നു. അപ്പം ഈ ഒരു സാൻഡ തന്നെയാണ് എനിക്ക് അവിടെ ഒരുപാട് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ അതിന് മുന്നിലിരുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തു. അപ്പം നമ്മുടെ ഒരു സാൻഡയുടെ ലുക്ക് കൊടുത്തിരിക്കുന്നത് ഈ ഒരു ഡോൾ തന്നെയാണ്. പിന്നെ അവിടെ പറയാണ്ടിരിക്കാൻ വയ്യ, ഷോപ്പീസിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ തട്ടിയും മുട്ടിയും നമ്മൾ അതിന് പൊട്ടിച്ചു കഴിഞ്ഞാൽ അവിടെ ബില്ല് അടയ്ക്കേണ്ടി വരും എന്നുള്ളതാണ് വേറൊരു കാര്യം. അപ്പം ആ സെക്ഷനിലേക്ക് പോകുമ്പം എല്ലാവരും ഹാൻഡിൽ വിത്ത് കെയർ എന്ന് എഴുതി വെച്ചിരിക്കുന്നത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചോളാം. കാരണം കുട്ടികളാണെങ്കിൽ പോലും അവരുടെ കൈ തട്ടിയും മുട്ടിയും അതിലൊക്കെ ഒന്ന് പോയി തട്ടുകയാണെങ്കിൽ കയ്യിൽ നിന്ന് പൈസ പോകുന്ന വഴി കാണില്ല. പിന്നെ ക്രിസ്റ്റൽസിൻ്റെ ഒരുപാട് സംഭവങ്ങളുണ്ട്. പിന്നെ ഇതും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പണ്ടേ നമ്മുടെ ഒരു വീക്ക്നെസ്സാണ് ഈ ഒരു ടൈംസിൻ്റെ. നമ്മൾ പണ്ട് ടി വിയിലൊക്കെ സിനിമ കാണുമ്പോഴാണ് ഇത് കൂടുതലായിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതുപോലത്തെ രണ്ടും വാങ്ങണം എന്നൊക്കെ ചിന്ത ഉണ്ടാവും. ഇപ്പോൾ പിന്നെ അതൊന്നുമില്ല. പിന്നെ ഇത് എനിക്ക് ഈ ഒരു സംഭവം ഒരുപാട് ഇഷ്ടപ്പെട്ടു. മൈ സ്കൂൾ ഇയേഴ്സ് എന്നുള്ളത് ഓരോ ഇയേഴ്സിൻ്റെ ഫോട്ടോസ് വെച്ചിട്ടുള്ളൊരു ഫ്രെയിമാണ്. അതും അടിപൊളിയാണ്, സംഭവം കൊള്ളാം. അപ്പം ഇതൊക്കെ കാണുന്നത് നമ്മുടെ ഒരു ഷോ പീസാണ്. ഇതൊക്കെ നമ്മുടെ കല്ലിൽ കൊത്തിയിട്ടുള്ളതാണ്. 7,000 എബോവ് വരുന്നുണ്ട് ആ ഒരു ബുദ്ധൻ്റെ സംഭവത്തിന്. എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ഒരു വാട്ടർ ഫൗണ്ടേഷൻ പോലെ വരാൻ മതിയാകും. അപ്പോൾ ഇതേ റിത്തോസ് 2-3 ഫോട്ടോസൊക്കെ എടുത്തു തരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ പോസ്റ്റ് ചെയ്യിപ്പിച്ചായിരുന്നു. പക്ഷേ ആളൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഞങ്ങൾ തന്നെ സ്വയം സെൽഫിയൊക്കെ എടുത്തു. പിന്നെ അപ്പോൾ നമ്മുടെ ഈ ഒരു സ്റ്റോറിൽ നമുക്ക് ഒരുപാട് സാധനങ്ങൾ കാണാനുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ഹോം അപ്ലയൻസിൻ്റെ സെക്ഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഫോൺ നോക്കിയെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ അവിടെ കണ്ടൊരു ബോയ് നമുക്ക് തന്നതാണ്. ഇതുപോലത്തെ ഒരു കാറ് വെച്ചിട്ട് അവർ കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ റിത്തോസിന് കുറച്ച് നേരം ഇതുപോലെ കളിക്കാൻ കൊടുത്തതാണ്. അപ്പോൾ അത് കിട്ടിയപ്പോൾ ആളും ഹാപ്പിയായി. കുറേ നേരം നടന്നിട്ടും ഇങ്ങനത്തെ ഒരു സംഭവം കയ്യിൽ കിട്ടാൻ വേണ്ടി നടക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങളിതേ പിന്നീട് നേരെ പോയത് 2nd ഫ്ലോറിലേക്കാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇതുപോലത്തെ ഒരു ലിഫ്റ്റിൽ കയറുന്നത്. കാരണം ഈ ഒരു കംപ്ലീറ്റ് ഗ്ലാസ് ആയിട്ടുള്ള ഈ ഒരു ലിഫ്റ്റിൽ കയറുന്നത് ഫസ്റ്റ് ടൈം തന്നെയാണ്. അങ്ങനെ ഞങ്ങളിതേ കയറി നേരെ 2nd ഫ്ലോറിൽ ഇറങ്ങി. അപ്പം ഇവിടെ റിത്തൂസിന് ഏറ്റവും ഫേവറേറ്റ് പ്ലേസ് വേണമെങ്കിൽ പറയാം. കാരണം ഒന്നുമല്ല, നമ്മുടെ ഒരു കളിക്കുന്ന സംഭവങ്ങൾ മൊത്തം ഇവിടെയാണുള്ളത്. അപ്പം റിത്തൂസിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഗതി എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. എവിടെ പോയാലും മുകളിൽ പോവുകയാണെങ്കിൽ ഏറ്റവും കുട്ടികൾക്ക് എല്ലാവർക്കും ഈ ഒരു സെക്ഷൻ തന്നെയായിരിക്കും ഏറ്റവും ഇഷ്ടമുള്ളൊരു സെക്ഷൻ എന്ന് പറയുന്നത്.
പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ അവിടേക്ക് എത്തുമ്പോഴേക്കും നന്നായിട്ട് ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു, നല്ലവണ്ണം വിശക്കാനും തുടങ്ങി. അപ്പം ഞങ്ങൾ നേരെ എന്ത് ചെയ്തു, ഒന്ന് ഫുഡ് അടിക്കാമെന്ന് വിചാരിച്ചു. നേരെ ഫുഡ് കോർട്ടിലെത്തി. അതിനുശേഷം റിത്തൂസിനെ കൊണ്ടുപോയാൽ മതിയല്ലോ. അപ്പം നമ്മളിതേ 4 ദോശയ്ക്ക് ഓർഡർ ചെയ്തു. പിന്നെ ഞാനും റിത്തൂസും മന്തിയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ദേ അവരുടെ ദോശ ദേ ടേബിളിന് മുകളിൽ എത്തിയിട്ടുണ്ട്. ഇനി ഞാനും റിത്തൂസും വെയിറ്റിംഗ് ആണ് ഞങ്ങളുടെ മന്തി വരുന്നതിന് വേണ്ടിയിട്ട്. അപ്പം ഞങ്ങളുടെ മന്തി ഇവിടെ റെഡിയായി നമ്മുടെ ടേബിളിന് മുകളിലേക്ക് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം മന്തി എനിക്ക് ഒരുപാട് അങ്ങോട്ട് ഇഷ്ടമായോന്ന് ചോദിച്ചാൽ ഒരു ആവറേജ് എന്ന് വേണമെങ്കിൽ പറയാം. നല്ല അടിപൊളി ടേസ്റ്റ് എന്നൊന്നും പറയാനില്ല. പിന്നെ ദേ നമ്മൾ ഭക്ഷണം കഴിച്ച് നേരെ റിത്തൂസ് കളിക്കുന്നതിന് വേണ്ടി പോയി. ഞങ്ങൾ ഇതിൻ്റെ താഴെയാണ് ഹൈപ്പർ മാർക്കറ്റ്. അപ്പം ഞങ്ങൾ നേരെ ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോയി. അപ്പം എന്തായാലും ഇവർ കളിച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് ഷോപ്പിംഗ് ഒക്കെ ഏകദേശം തീർക്കാമെന്ന് വിചാരിച്ച് നേരെ പോയതാണ്. അങ്ങനത്തെ ഷോപ്പിംഗ് എല്ലാം കഴിയുമ്പോഴത്തേക്കും റിത്തൂസും നമ്മുടെ കളിയെല്ലാം കഴിഞ്ഞു എത്തി. ഞങ്ങൾ നേരെ തിരിച്ച് പോവുകയാണ്. ബിഗ് ഷോപ്പർ ഇല്ലാത്ത കാരണം നമുക്ക് ഇതിൽ വേണം, ഈ ട്രോളിയിൽ വെച്ചിട്ട് വേണം നമ്മുടെ കാറിൻ്റെ അടുത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ. അങ്ങനെ ഞങ്ങൾ റിത്തൂസിനും വെച്ച് പോവാണ്. റിത്തൂസിന് ഭയങ്കര ഇഷ്ടമാണ് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ കയറിയിരിക്കാൻ. അങ്ങനെ നമ്മൾ പുറത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ലൈറ്റൊക്കെ ഏകദേശം എല്ലാം ഫുൾ ഓണായി, നല്ല രസമുണ്ട് കാണാൻ. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ഒരു വീഡിയോ ആയിട്ട് കാണാം. ഗുഡ്. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ആദ്യം ഋത്തുവിനെ എടുത്തോ, ഡിക്കിയിൽ ഋത്തുവിനെ ഡിക്കിയിലിടുക, അതിലുള്ള എല്ലാം ഡിക്കിയിലിടുക.